ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ സാർ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം തന്നെ ഒരു നല്ല വാഗ്മി, പരന്ന വായനാശീലമുള്ള, ആഴത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു അതുല്യ വ്യക്തിത്വമാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട MP ഇവിടെ മുൻപ് ഓർമ്മിപ്പിച്ചതുപോലെ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചെങ്കിലും ക്രൈസ്തവ സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് വളരെ സുപരിചിതനാണ്. പല പ്രസംഗങ്ങൾ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളും വൈറലാണ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാണ്. അപ്പോൾ ഇന്നത്തെ യോഗം, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ വി.ഡി. സതീശൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ എൻ്റെ സുഹൃത്ത് ശ്രീ സാംസൺ കോട്ടൂർ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ സദസ്സിലിരിക്കുമ്പോൾ ഈ ബോർഡിലേക്ക് നോക്കിയാൽ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം, ജനാധിപത്യവും വിശ്വാസവും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, വിശ്വാസിക്ക് രാഷ്ട്രീയമാവാമോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും രാഷ്ട്രീയം വേണമെന്ന്. ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്നാണ്. പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ എല്ലാവരും പൊളിറ്റിക്കലല്ല. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാതെ, വിത്തൗട്ട് എൻറോൾ ഇൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി, he can become a political person. പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒന്നാമത് നമ്മൾ ഡെമോക്രാറ്റിക് ആവണമെന്ന് തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ മഹത്വം എന്താണ് നമ്മളെന്ന് അറിയണമെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഫാസിസം, നാസിസം, ഇതിൻ്റെ എല്ലാം മറുവശമായ കമ്മ്യൂണിസം, ഇതെല്ലാം ലോകത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ മനുഷ്യനെ കൂട്ടത്തോടെ കൊല ചെയ്തിരുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. വംശഹത്യകൾ നടത്തിയിരുന്നവരാണ്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ചിരുന്നവരാണ്. ഭരണകൂടത്തിൻ്റെ അപ്രമാദിത്വം സാധാരണ മനുഷ്യരുടെ മീതെ അടിച്ചേൽപ്പിച്ചവരാണ്. അവർക്ക് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. അതിനെതിരായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ കരുത്താണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായം പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ ചിന്തകളെ, വിചാരധാരകളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒന്ന്. രണ്ട്, നമ്മളൊരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സെക്കുലർ ആവണം എന്നാണ്. വെസ്റ്റേൺ സെക്കുലറിസവും ഇന്ത്യൻ സെക്കുലറിസവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പാശ്ചാത്യ നാടുകളിലെ സെക്കുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിൻ്റെ നിരാസമാണ്. ഇന്ത്യൻ സെക്കുലറിസം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, മതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സെക്കുലറിസമാണ്. അതിനൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുക. ഈ ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിൽ, സങ്കീർണമായ ഒരു സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇന്ന് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാലത്ത്, നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലത്ത്, നമ്മൾ പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുക. മൂന്നാമത്തെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, എവിടെയാണ് മനുഷ്യൻ നീതി നിഷേധിക്കപ്പെടുന്നത്, എവിടെയാണ് അടിച്ചമർത്തപ്പെടുന്നത്, എവിടെയാണ് മനുഷ്യൻ തളർന്നു വീഴുന്നത്, അവിടെ അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക എന്നതാണ്. ഞാൻ കരുതുന്നു ഇതെല്ലാം ആവുമ്പോഴാണ് ഒരാൾ പൊളിറ്റിക്കൽ ആവുന്നത്. എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയ പ്രവർത്തനം മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ,
അവൻ്റെ കണ്ണീരൊപ്പാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതാകണം രാഷ്ട്രീയ പ്രവർത്തനം. അതാകുമ്പോൾ അതും വിശ്വാസവും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും. എന്താണ് വിശ്വാസം? വിശ്വാസം അത് തന്നെയാണ്, അല്ലേ? തളർന്നു വീഴുന്നവനെ ചേർത്ത് പിടിക്കുന്നതാണ് വിശ്വാസം. ഒന്നുമില്ലാത്തവനെ പിന്തുണ കൊടുക്കുന്നതാണ് വിശ്വാസം. ക്രിസ്തു നസ്രത്തിലെ പ്രഖ്യാപനങ്ങൾ പറയുന്നുണ്ട്. നസ്രത്തിലെ പ്രഖ്യാപനങ്ങൾ അത് രാഷ്ട്രീയമാണ്. ക്രിസ്തു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഹി വാസ് ദ ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ഇൻ ഹിസ് ടൈം. അദ്ദേഹത്തിൻ്റെ കാലത്തെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞതാണ് രാഷ്ട്രീയത്തിൻ്റെ നിർവചനമെങ്കിൽ ക്രിസ്തു രാഷ്ട്രീയ നേതാവായിരുന്നു. ലൂക്കാസിൻ്റെ പറയുന്നുണ്ടല്ലോ, ദരിദ്രരോട് സുവിശേഷം പറയാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ എൻ്റെ ആത്മാവിൻ്റെ മേലെ അവനുണ്ട് എന്നാണ്. ദരിദ്രരോടാണ് സുവിശേഷം പറയാൻ പറയുന്നത്. അന്ധരുടെ കാഴ്ച മാറ്റാൻ, മർദ്ദിതരെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയും. അപ്പം മർദ്ദിതരെ മോചിപ്പിച്ച് അന്ധരുടെ കാഴ്ച മാറ്റി, സങ്കടങ്ങൾ മാറ്റി അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് ക്രിസ്തുവിൻ്റെ രാഷ്ട്രീയം. ദർശനം അതാണ്. നസറത്തിലെ പ്രഖ്യാപനം കൃത്യമായ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയം. പിന്നെ പറയുന്നുണ്ട്, ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ 70 പേരെ ചുമതലപ്പെടുത്തിയെന്നാണ് പറയുന്നത്, ഇല്ലേ? ഞാനിനി പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഈ 2 പേർ വീതം എനിക്ക് മുൻപേ പോവാം. ഞാനത് മുഴുവൻ പറയുന്നില്ല, എനിക്ക് കാണാതെ അറിയാം. ഈ 2 പേരും ഓരോ സ്ഥലങ്ങളിൽ, പട്ടണങ്ങളിലും നഗരങ്ങളിലും പോയി എന്ത് ചെയ്യണം, എങ്ങനെ ജനങ്ങളോട് പെരുമാറണം എന്നാണ് പറയുന്നത്. എനിക്ക് എന്നോട് പറയുന്നത് പോലെയാണ് തോന്നിയത്. ഞാനാണ് മുമ്പേ പോയി, അവൻ വരുന്നതിന് മുമ്പേ പോയി ഇത് ജനങ്ങളോട് പറയേണ്ടവൻ. അദ്ദേഹം നിയോഗിച്ചിരിക്കുന്ന 70 പേരിൽ ഞാനുണ്ട് എന്ന് ഞാൻ സ്വയം ഡിക്ലെയർ ചെയ്തു. ഞാനുണ്ട് അതിൻ്റെ അകത്ത്. എങ്ങനെ പെരുമാറണം, എവിടെ താമസിക്കണം, ആരുടെ കൂടെ ഭക്ഷണം കഴിക്കണം, അവരോട് എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് അവരോട് പറയേണ്ടത്. രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകരോട് പറയേണ്ട വാചകമാണത്. ഓരോന്നും 8 കാര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ 8 കാര്യങ്ങൾ ഓരോന്നും ഓരോ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരോട് ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാനാണ് പറയുന്നത്. കറക്റ്റാണ്. അതാണ് രാഷ്ട്രീയം. ഞാൻ കണ്ട രാഷ്ട്രീയം അതാണ്. രാഷ്ട്രീയ നേതാവ് തൻ്റെ സഹപ്രവർത്തകരോട്, തൻ്റെ അനുയായികളോട് നിങ്ങൾ എന്ത് ചെയ്യണം, സാധാരണക്കാരന് വേണ്ടി, പാവപ്പെടുന്നതിന് വേണ്ടി, അധ്വാനിക്കുന്നവന് വേണ്ടി, കർഷകന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നാണ് കൃത്യമായി നിർവചിക്കുന്നത്, കൃത്യമായ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അതിനൊരു കരുത്തുറ്റ രാഷ്ട്രീയം, വിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി, പീഡാനുഭവങ്ങൾക്കൊരു രാഷ്ട്രീയമില്ലേ? കുരിശ് മരണത്തിനൊരു രാഷ്ട്രീയമില്ലേ? ആർക്കെതിരെയാണത് ഫൈറ്റ് ചെയ്തത്? അധികാര പ്രമത്തതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അത്. മനുഷ്യനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പിശാചിൻ്റെ ശക്തികളോട്, തിന്മയുടെ ശക്തികളോടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം നടത്തുമ്പോൾ തെരുവിൽ വീഴും, മുടിയിൽ ചവിട്ടിപ്പിടിക്കും, ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലക്കടിക്കും. ഇത് പീഡാനുഭവങ്ങളിലൂടെയാണ്. അധികാര പ്രമത്തതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഇടയിൽ പീഡാനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്നുള്ള മുന്നറിയിപ്പാണ്. പീഡാനുഭവത്തിനൊരു രാഷ്ട്രീയമുണ്ട്. മറ്റുള്ളവന് വേണ്ടിയിട്ടാണ് കുരിശിലേറിയത്. കുരിശ് അതിനു മുമ്പ് എന്തായിരുന്നു? കുരിശ് വെറും ഒരു, എന്താ പറയുന്നത്, കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, തൂക്കുകയർ പോലെ, പണ്ടത്തെ കാലത്തെ ഗില്ലറ്റിൻ പോലെ, അല്ലെങ്കിൽ വെറുതെ ഒരു വാള് പോലെ ഒന്നായിരുന്നു. കുരിശ് വിശുദ്ധ കുരിശായത് എപ്പോഴാണ്? ക്രിസ്തു കുരിശിലേറിയപ്പോഴാണ്.
അപ്പോഴല്ലേ വിശുദ്ധ കുരിശായത്. അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപമോചനത്തിന് വേണ്ടി, മനുഷ്യൻ്റെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി പോരാട്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, വെളുപ്പിനെ അല്ലേ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഞാനാണ് ആ കേസിൽ ഒന്നാം പ്രതി. അപ്പം നാളെ വരും എന്ന് പറഞ്ഞു. എന്നോടൊരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് ഇട്ടു, നാളെ വരും നിങ്ങളെ നോക്കിയെന്ന് പറയും. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചെയ്തത്, ഹെറോദോസിൻ്റെ പടയാളികൾ അവനെ കസ്റ്റഡിയിലെടുക്കാൻ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അത് അയച്ചു. ഞാൻ ആ ഫ്രണ്ടിന് എൻ്റെ മറുപടി അയച്ചു. എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മറുപടി ഇതായിരുന്നു, മെസ്സേജ് കൊടുത്തത്, ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക് ഞാൻ ഇന്നും നാളെയും ഈ തലസ്ഥാന നഗരിയിൽ തന്നെ ഉണ്ടെന്ന്. ഞാൻ മറുപടി അയച്ചു, എൻ്റെ ഫോണിലുണ്ട് ഞാൻ അയച്ച മറുപടി. അതൊരു ധൈര്യമല്ലേ നമുക്ക്. പോരാട്ടത്തിൻ്റെ ഇടയിൽ നമ്മുടെ പിൻബലം എന്താ? എത്ര പ്രതിസന്ധിയിലും നമ്മൾ തളർന്നു പോകാത്തത് എന്താ? അതാണ് നമ്മുടെ പിൻബലം. ആ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഹെറോദോസിൻ്റെ പടയാളികൾ അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. അത് നമുക്ക് നൽകുന്ന ആ പോരാട്ട വീര്യം എത്രയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. നമ്മുടെ യുദ്ധം എല്ലാം അതിനു വേണ്ടി തന്നെയാണ്. നമ്മുടെ പോരാട്ടം എല്ലാം അതിനു വേണ്ടി തന്നെയാണ്. അവരെന്തു പറഞ്ഞു എന്നതാണ്. ഗാന്ധിയല്ലത് തിരിച്ചറിഞ്ഞത്. സാംസൺ പറഞ്ഞു, ഗാന്ധിയുടെ കാര്യവും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ കാര്യവും പറഞ്ഞു. ഗാന്ധിയുടെ എല്ലാ ആശയങ്ങളും അതിൽ നിന്ന് ഉയർച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചു, എക്കണോമിസ്റ്റ് ഗാന്ധി. അപ്പോൾ ഗാന്ധി ട്രസ്റ്റിഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ധനികരോടാണ് ഗാന്ധി പറയുന്നത്, നിന്റെ കയ്യിലുള്ളതൊക്കെ നിൻ്റേതല്ല. ധനികരോട്, അത് ഈ പ്രപഞ്ചനാഥൻ്റെയാണ്. നീ കാര്യക്കാരൻ മാത്രമാണ്, കാര്യസ്ഥലം നോക്കി നടത്താൻ. എല്ലാ ധനികരും അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ എവിടെ എത്തുമായിരുന്നു? ക്രൈസ്തവ ദർശനമാണ് ഗാന്ധി പറഞ്ഞ ട്രസ്റ്റിഷിപ്പ്. ധനികരോട് പറഞ്ഞത്, നീ നിൻ്റേതല്ല, നീ വെറും സൂക്ഷിപ്പുകാരൻ മാത്രം, കാര്യക്കാരൻ മാത്രമാണ് എന്നാണ്. ആ നോൺ വയലൻസ് എന്നുള്ള ആശയം എല്ലാം വന്നത് അവിടെ നിന്നാണ്. കഴിഞ്ഞ 2000 കൊല്ലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, എല്ലാ സംസ്കാരം, എല്ലാ ജീവിത രീതികളും അതിൽ നിന്നുണ്ടായതാണ്. മറ്റൊന്നുമല്ല. എല്ലാത്തിലും കാണാൻ നമുക്ക് കഴിയും. അത് കാണാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്, നമ്മൾ രാഷ്ട്രീയക്കാരനാകുന്നത്, നമ്മൾ വിശ്വാസിയാകുന്നത്. എല്ലാം അത് കാണുമ്പോൾ മാത്രമാണ്. 55 വർഷം മുമ്പ് സുവിശേഷകനും രാഷ്ട്രീയ നേതാവും വിമോചക പോരാളിയുമായ മാർട്ടിൻ ലൂതർ കിങ് മരിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇപ്പോൾ വീഡിയോയിലൊക്കെ ഉണ്ട്, യൂട്യൂബിലെല്ലാം ഉണ്ട്. കരഞ്ഞു പോകും നമ്മൾ കേട്ടാൽ. മരിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗം മൗണ്ടൻ സ്പീച്ചാണ്, മലമുകളിലെ പ്രസംഗം എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതൊരു പ്രശ്നമേ അല്ല. അവൻ്റെ ഹിതമാണ് പ്രവർത്തിക്കേണ്ടത്, ദൈവഹിതമാണ് പ്രവർത്തിക്കേണ്ടത്. ഞാൻ മലമുകളിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അവൻ്റെ ഹിതമാണ്, വിൽ ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ ഹിതം അല്ലേ? എന്താ വിൽ ഓഫ് ഗോഡ്? ദൈവരാജ്യം എന്ന് പറയുന്നത് അതാണ്. ഭൂമിയിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താ? ഗാന്ധി അത് വേറെ വാക്കിൽ രാമരാജ്യം എന്ന് പറഞ്ഞു. ദൈവരാജ്യം തന്നെയാണ് രാമരാജ്യം. ഇപ്പോൾ ഇവർ പറയുന്ന രാമനും ഗാന്ധിയുടെ രാമനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇവരുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ. ഹേ റാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടു കൂടി ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിൻ്റെ ഇടനാഴിയിൽ കണ്ണിൽ ചോരയുമായി 75 വർഷമായി ഒരു രാമൻ കാത്തിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ രാമൻ, ഗാന്ധി ചേർത്ത് പിടിച്ച രാമൻ.
രാമരാജ്യം എന്ന് പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഗാന്ധി സംസാരിച്ചത്. അന്ന് അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. രാഷ്ട്രീയ നേതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ഉള്ളത്, അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്കൊരു സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് തരാം എന്നല്ല ഗാന്ധി പറഞ്ഞത്. അത് പറഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കാൻ പറ്റുള്ള നിരക്ഷരരായ മനുഷ്യരോടാണ് പറഞ്ഞത്. ദൈവരാജ്യം തരാമെന്ന് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക്, അല്ലേ? ദൈവരാജ്യം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്, തുല്യതയാണ്, സമത്വം ആണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, ദയയാണ്. ഈ അതിക്രമമല്ല, ഈ ധാർഷ്ട്യമല്ല, ഈ ധിക്കാരമല്ല, ഈ അടിച്ചമർത്തലല്ല, സ്നേഹവും കാരുണ്യവുമാണ്. അതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, വിശ്വാസവും രാഷ്ട്രീയവും ഒരുമിച്ച് പോകണം. ഒരുമിച്ച് പോകാൻ കഴിയും. അപ്പോഴേ ലക്ഷ്യം നിറവേറപ്പെടുകയുള്ളൂ. അപ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്, മനുഷ്യനെ തിരിച്ചറിയാൻ പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു വലിയ മൂവ്മെൻ്റാണ്. യേശു പറഞ്ഞതുപോലെ ഒരു വലിയ മൂവ്മെൻ്റാണ്. ഇതൊരു വലിയ മൂവ്മെൻ്റായി മാറണം. വിശ്വാസ സമൂഹത്തിനെ മുഴുവൻ ചേർത്ത് നിർത്തണം. ഞാനൊരു വാക്കുകൂടി പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കലാകണമെന്ന് പറഞ്ഞപ്പോൾ, എവിടെയാണ് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്? എവിടെയാണ് നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്? എവിടെയാണ് ഒരു പൗരനെ പോലെ ജീവിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത്? അവിടെ ഞങ്ങളുണ്ടാവും. അവിടെ ഞങ്ങളുണ്ടാവും, ഒരു സംശയവും വേണ്ട. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പിൽ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, വിശ്വാസികൾ പറഞ്ഞു, കണ്ടില്ലേ ആൻറ്റി കൺവേർഷൻ ലോ, മതപരിവർത്തന വിരുദ്ധ നിയമം, അതിൻ്റെ പേരിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട് ആലോചിച്ചു. ഞങ്ങൾ കർണാടക കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിച്ചു. ഞങ്ങൾ പറഞ്ഞു, അത് പിൻവലിക്കണം എന്ന് പറയണം. അവർ ഞങ്ങൾക്ക് ധൈര്യം തന്നു, നിങ്ങൾ പോയി പറഞ്ഞേക്ക്, നമ്മൾ അധികാരത്തിൽ വന്നാൽ അത് പിൻവലിക്കും. ഞങ്ങൾ ഉറപ്പ് കൊടുത്തു തിരഞ്ഞെടുപ്പിന് മുമ്പ്, നമ്മൾ അധികാരത്തിൽ വന്നാൽ മതപരിവർത്തന നിയമം കാറ്റിൽ പറത്തും, അറബിക്കടലിലെറിയെന്ന് പറഞ്ഞു. അധികാരത്തിൽ വന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ ആ നിയമം ഇല്ലാതായി. അതാണ് നമ്മുടെ പിൻബലം. എവിടെയാണ് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്, അവിടെയെല്ലാം നമ്മൾ ഉണ്ടാവും. നിങ്ങൾ അറിയിച്ചാൽ മതി. അവിടെയെല്ലാം ഞങ്ങളുണ്ടാവും, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ. ഒരു സങ്കടവുമില്ലാതെ ഈ നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശലോമോന്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, എനിക്ക് സമ്പത്തും വേണ്ട, അധികാരവും വേണ്ട എന്ന, എനിക്ക് ജ്ഞാനം മതി, വിസ്ഡം, നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാൻ. ആരാണ് പ്രജകൾ? ആരാണ് നിങ്ങൾ? അവൻ്റെ പ്രജകളാണ്, അല്ലേ? നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം മതി എന്നാണ്. ആ ജ്ഞാനം ഞങ്ങൾക്ക് എല്ലാവർക്കും തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിൻ്റെ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.